പ്രൈസ് ലോർഡ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. പ്രിയപ്പെട്ടവർ എല്ലാവരും സൗഖ്യത്തോടെ ക്ഷേമത്തോടെ ആയിരിക്കുന്നുവെന്ന് വിശ്വസിക്കട്ടെയോ. ഇന്ന് അല്പം നേരത്തെ ചിന്തിക്കായിട്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായം അതിൻ്റെ 33-34 വാക്യങ്ങൾ. തലയോടം എന്ന സ്ഥലത്തെത്തിയപ്പോൾ അവർ അവിടെ അവനെയും ദുഷ്പ്രവൃത്തിക്കാരെയും ഒരുത്തനെ വലത്തും ഒരുത്തനെ ഇടത്തുമായി ക്രൂശിച്ചു. എന്നാൽ യേശു, പിതാവേ, ഇവർ ചെയ്യുന്നതിൻ്റെതെന്നറിയായ കൊണ്ട് ഇവരോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു. അനന്തരം അവർ അവൻ്റെ വസ്ത്രം വിഭാഗിച്ച് ചീട്ടിട്ടു. ജനം നോക്കിക്കൊണ്ട് നിന്നു. നമ്മൾക്കെല്ലാം റിസീവ് ചെയ്യാൻ ആഗ്രഹമുള്ളൊരു സംഗതിയാണ് ഫൊർഗീവ്നെസ്. ആരെങ്കിലും നമ്മോട് ക്ഷമ ചോദിക്കുമ്പോൾ നമുക്കത് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷേ അത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ നമ്മെ സംബന്ധിച്ച് അല്പം ചലഞ്ചിങ് അതല്ലേ? എന്തുകൊണ്ടാണ് ഈ ഫൊർഗീവ്നെസ് നമുക്ക് ബുദ്ധിമുട്ടായി വരുന്നു എന്നറിയാമോ? അതിൻ്റെ ഒരു ചെറിയ കാര്യം ഞാൻ പറയാം. നമ്മൾ അതിനെ ഒരു വൺ ടൈം ഇവൻ്റായിട്ട് ഒന്ന് പറഞ്ഞു തീർത്തു അങ്ങനെ അങ്ങ് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കും. ഇല്ല ദൈവമല്ലേ, ഇറ്റ്സ് എ ലോങ് ടേം പ്രോസസ്സ്. ഫൊർഗീവ്നെസ് സമയമെടുക്കുമെന്ന് മാത്രമല്ല, അതെപ്പോഴും നമുക്ക് കാണാനും പറ്റത്തില്ല. അറ്റ്ലീസ്റ്റ് നമ്മൾ വിചാരിച്ച വിധത്തിൽ നമുക്കതേപ്പറ്റി ഒരു വഴിയും കാണാൻ പറ്റത്തില്ല. നമ്മളെ വേദനിപ്പിച്ച വ്യക്തി ഒരിക്കലും നമ്മളോട് അപ്പോളജൈസ് ചെയ്യത്തില്ല, നമ്മുടെ ക്ഷമയും ചോദിക്കത്തില്ല. അങ്ങനെ വരുമ്പോൾ നമ്മളെങ്ങനെയായിരിക്കും ഫീൽ ചെയ്യുന്നത്? അർത്ഥശൂന്യമായി വല്ലതും ചെയ്തിട്ട് കാര്യമുണ്ടോ? വി ഫീൽ പോയിൻറ്റ്ലെസ് ടു സ്റ്റാർട്ട് ദ പ്രോസസ്സ്. എന്നാൽ ഫൊർഗീവ്നെസ് എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കുന്നത് വലിയ സഹായമായിരിക്കും നമുക്ക് കേട്ടോ. യേശു കർത്താവ് നമുക്ക് പ്രോമിസ് ചെയ്ത് തന്ന ആ ഒരു അബണ്ടൻ്റ് ലൈഫ് ഉണ്ടല്ലോ, സമൃദ്ധിയായ ഒരു ജീവനുണ്ടല്ലോ, അതനുഭവിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ വിഷയമാണ്. ആദ്യമായിട്ട് ഞാൻ പറയട്ടെ, ഫൊർഗീവ്നെസ് എന്ന് പറഞ്ഞാൽ ചെയ്ത തെറ്റിനെ ബ്രഷ് ചെയ്ത് ഒരു കയറ്റുപാട് അടിയിലേക്ക് കയറ്റി മറച്ചങ്ങ് വെക്കുന്നതല്ല. അല്ലെങ്കിൽ ഒരു മുറിവ് എനിക്ക് പറ്റിയിട്ടില്ല, എനിക്ക് ഒരു വിധത്തിൽ ഒരു സങ്കടവും ഇല്ലെന്ന് പ്രിറ്റൻഡ് ചെയ്തുകൊണ്ട് നടക്കുന്നതും അല്ല. അതിന് പകരം ഫൊർഗീവ്നെസ് വാസ്തവമായി നടന്നാൽ നമ്മുടെ ജീവിതത്തിലുള്ള കയ്പും വിദ്വേഷവും ഏതെങ്കിലും ഒരു ദൈവപൈതലിനോടുള്ളത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയിരിക്കണം. പാസ്റ്റർ ക്രെയ്ഗ് ഗ്രോക്ഷൽ എന്ന് പറഞ്ഞ ഒരു ഭക്തൻ പറഞ്ഞ ഒരു കോട്ട് ഞാൻ ഇന്ന് രാവിലെ കാലം എൻ്റെ പ്രിയപ്പെട്ടവരോട് ഷെയർ ചെയ്യട്ടെ. Forgiveness may not change the other person, but it will always change you. നീ ക്ഷമിക്കുകയാണെങ്കിൽ, വാസ്തവമായി മനഃപൂർവ്വമായി നീ ഹേർട്ട് ചെയ്യപ്പെടുമ്പോൾ നീ അത് ക്ഷമിക്കുകയാണെങ്കിൽ, നിന്നെ ഹേർട്ട് ചെയ്തവരോട് നീ ക്ഷമിക്കുകയാണെങ്കിൽ, അത് ആ വ്യക്തിയെ അല്ല ചേഞ്ച് ചെയ്യുന്നത്, അത് നമ്മെയാണ് ചേഞ്ച് ചെയ്യുന്നത്. സ്തോത്രം, സ്തോത്രം. ഫൊർഗീവ്നെസ് എന്തനുവദിക്കുമെന്നറിയാമോ? നമ്മുടെ ഫീലിങ്സും നമ്മുടെ ഇമോഷൻസ് എല്ലാം ദൈവവുമായിട്ടുള്ള ആ ഒരു പ്രോസസ്സ്, നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്ന വ്യക്തികളുമായിട്ടുള്ള ആ പ്രോസസ്സ് നമ്മുടെ ജീവിതത്തിൽ വലിയ ഗുണം ചെയ്യും. അങ്ങനെ വരുമ്പോൾ നമ്മളൊരിക്കലും നിരാശപ്പെട്ടു പോകുകയോ
തകർക്കപ്പെട്ടു പോയോ എന്നുള്ള അവസ്ഥ വരത്തില്ല. ഈ മെസ്സി പ്രോസസ്സിൽ നമ്മുടെ കൂടെ ദൈവം ഇൻവോൾവ് ആകും. ദൈവവും അതിനകത്ത് നമ്മെ സഹായിപ്പാനായി നമ്മുടെ കൂടെ കാണും. നമ്മുടെ മുറിവുകളെ അവൻ വഹിക്കും. നമ്മുടെ കണ്ണുനീരിനെ അവൻ തുടയ്ക്കും. പക്ഷേ ഫൊർഗീവ് ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്, എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാക്കളോട് ഞാൻ പറയട്ടെ, അത് നാം തന്നെ എടുക്കണം. അങ്ങനെ നാം ചെയ്യുമ്പോൾ നമുക്ക് തന്നെ അതിശയം തോന്നും. യേശു കർത്താവ് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വന്ന് നമ്മെ ആശ്വസിപ്പിക്കുന്നതും നമുക്ക് ജയം തരുന്നതും. നമ്മുടെ വേദനയിൽ ഈ ലോകത്തിലെ അപ്പൻ നമ്മോടുകൂടെ എങ്ങനെ ഇരിക്കുന്നോ അതുപോലെ അവൻ നമ്മോടുകൂടെ ഇരുന്ന് നമ്മുടെ ഹൃദയത്തെ പതുക്കെ സ്ലോലി അവൻ ഹീൽ ചെയ്തു തരും. നമുക്ക് ചില കൺഫ്യൂഷൻസൊക്കെ വന്നെന്നിരിക്കുമെന്നേ. എന്നാൽ ദൈവം നമ്മുടെ കൺഫ്യൂഷനെ മാത്രമല്ല ശ്രദ്ധിക്കുന്നത്, നമ്മുടെ കംഫർട്ടിനെ കുറിച്ച് അവൻ കൺസേൺഡാന്നേ. അവൻ വളരെ കൺസേൺഡാണ്. നമ്മുടെ എല്ലാ മുറിവുകളും ദൈവത്തെ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ വിശ്വസ്തനായ ദൈവം ആ വലിയ ഭാരം നമ്മിൽ നിന്നെടുത്ത് അവനങ്ങ് ചുമക്കുവാൻ തുടങ്ങും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഗ്രഡ്ജസോ ആങ്കറോ ഒന്നും ക്യാരി ചെയ്ത് നടക്കേണ്ട ആവശ്യമില്ല. ആൻഡ് ഗോഡ് ഡസൻ വോണ്ട്സ് ദാറ്റ്. ദൈവത്തിന് അത് ഇഷ്ടവുമല്ല, ദൈവം അത് ആഗ്രഹിക്കുന്നുമില്ല. പക്ഷേ ഒരു കാര്യം ഓർത്തോണം, ഫൊർഗീവ്നെസ് നടന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി നമ്മുടെ പ്രോബ്ലംസ് എല്ലാം ഫിക്സ്ഡ് ആകത്തില്ല. നമ്മുടെ പ്രോബ്ലംസ് അതോടെ നിൽക്കത്തൊന്നുമില്ല കേട്ടോ. പക്ഷേ അത് ദൈവത്തിൽ നിൻ്റെ കണ്ണുകൾ ഫിക്സ് ചെയ്യുവാൻ, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം വരുന്ന ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് പ്രൈസ് ഗോഡ് നമ്മുടെ ദൃഷ്ടി അവൻ്റെ മേൽ പതിപ്പിക്കുവാൻ, അവനെ നോക്കുവാൻ നമ്മെ സഹായിക്കും. യേശു കർത്താവിൻ്റെ അവസാനത്തെ സമയം ഈ ഭൂമിയിലുണ്ടായിരുന്നപ്പോൾ, ഇൻ ദ മിഡിൽ ഓഫ് ബീയിങ് ക്രൂസിഫൈഡ്, മോക്ക്ഡ് ആൻഡ് ടോർച്ചേർഡ്, അവന് അതിൻ്റെ ഇടയിൽ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ഫാദർ ഫൊർഗീവ് ദം ഫോർ ദേ ഡോണ്ട് നോ വാട്ട് ദേ ആർ ഡൂയിങ്. ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായകൊണ്ട് ദൈവമേ നീ അവരോട് ക്ഷമിക്കണമെന്ന്. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ എന്തു പറ്റി? ജനം അവൻ്റെ തുണിക്ക് വേണ്ടി ഷീട്ടിട്ടു. അപ്പോൾ ഓർക്കണേ, ഫൊർഗീവ്നെസ് ഒരു മാജിക് ബട്ടണൊന്നുമല്ല, വേദന അങ്ങ് മാറിപ്പോകാനായിട്ടുള്ളൊരു മാജിക് ബട്ടൺ അല്ല. പക്ഷെ അതൊരു ചോയ്സാണ്. അത് നിന്നെയും ദ അതർ പേഴ്സണെയും അത് ഫ്രീ ആക്കും. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. സദൃശവാക്യം 19 അധ്യായം അതിൻ്റെ 21 വാക്യം. Psalms 19:21. മനുഷ്യൻ്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളുമുണ്ട്, യഹോവയുടെ ആലോചനയോ നിവൃത്തിയാകും. നമ്മളെല്ലാം നമ്മുടെ ജീവിതം പേർപ്പസ്ഫുള്ളും മീനിങ് ഒക്കെ ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ അതിനുവേണ്ടി നാം പ്ലാൻ ചെയ്തതൊക്കെ ഡിസ്റപ്റ്റഡ് ആകുമ്പോൾ, ചിലപ്പോൾ സാഹചര്യങ്ങൾ നിമിത്തമായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ ചോയ്സ് നിമിത്തമായിരിക്കാം, അതൊക്കെ ഡിസ്റപ്റ്റഡായി പോകുമ്പോൾ ഞാൻ പറയട്ടെ, നമ്മുടെ ഏറ്റവും മീനിങ്ഫുള്ളായിട്ടുള്ള നമ്മുടെ ചില പ്ലാൻസ് അത് നമുക്ക് പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റാതെ ആകും. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആഗ്രഹങ്ങളെ സഫലീകരിച്ച് തരുന്ന ഒരു കർത്താവുണ്ട്. നമ്മെ ശ്രദ്ധിപ്പാനും നമ്മെ കെയർ ചെയ്യാനും നമുക്കാരുമില്ലാത്തപ്പോഴും ആ ഗ്യാപ്പിലേക്ക് കടന്നു വന്ന് നമ്മെ കെയർ ചെയ്യുന്ന ഒരു നല്ല ദൈവത്തെ നാം സേവിപ്പാനും സ്നേഹിപ്പാനും
അവനോടൊത്ത് ജീവിതം കഴിപ്പാനും ഇടയായി കിട്ടിയത് വലിയ ഭാഗ്യമല്ലേ? പ്രൈസ് ഗോഡ്. നമുക്ക് ക്ലിയറായിട്ട് കാര്യങ്ങൾ പറയുവാൻ, അത് കേൾക്കുവാൻ ഒരു ദൈവമുണ്ട്. ആ ദൈവം കേൾക്കുക മാത്രമല്ല, നമ്മുടെ ജീവിതത്തെ അർത്ഥവത്താക്കി തീർക്കുകയും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നാം തളരാതെ നമ്മെ നിലനിർത്തുകയും ചെയ്യും. ദൈവം നമ്മോട് എന്ത് ചെയ്യാൻ പറയുന്നോ അതിന് നാം ഒബീഡിയൻ്റായിട്ട് ഇരുന്നാൽ മാത്രം മതി. ദൈവം നമ്മുടെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരട്ടെ. കണ്ണിലടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി അനേക കാര്യങ്ങൾ നീ ഞങ്ങൾക്ക് ചെയ്തു തരുന്നതാണല്ലോ അപ്പാ. ഞങ്ങളുടെ ഉദ്ദേശങ്ങളൊക്കെ നിൻ്റെ പാദപീടെ സമർപ്പിക്കുന്നു. നീയാണല്ലോ വിശ്വാസത്തിൻ്റെ നായകൻ, നീയാണല്ലോ പൂർത്തി വരുത്തുന്നവൻ. അതുകൊണ്ട് ജ്ഞാനവും ധൈര്യവും അറിവും ഞങ്ങൾക്ക് നീ തെരുമാറാകണം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.